ഞാൻ കഴിച്ചില്ല. അല്ലല്ലോ എനിക്ക് കഴിക്കണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ളവരെ തീറ്റിച്ചാൽ മതിയല്ലോ. ആ മറ്റുള്ളവരിൽ ഞങ്ങളില്ല. ചൂടുള്ള ആൾക്കാരല്ലേ കൊടുക്കണ്ടത്. ആക്കി അടുത്ത സ്റ്റെപ്പ് പറ്റാ നീ ആ സ്റ്റെപ്പ് വേറെ ആരും ഉണ്ടാക്കുമോ നോക്ക്. എവിടെ വെള്ളം കട്ടന്റെ മുതലെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിക്കാത്തവരില്ല. അറിഞ്ഞോ അറിയാതെയോ എല്ലാ സാധനങ്ങളും എനിക്കൊന്ന് രണ്ട് സൈഡും വെച്ച് നോമിനേറ്റ് ചെയ്യേണ്ട ടേസ്റ്റ് ഉണ്ടായിരുന്നോ? നല്ല ടേസ്റ്റ്. സൂപ്പർ. അനുമോളെ സ്പെഷ്യലാ. എന്നാ ടേസ്റ്റ് ഇല്ല. നല്ല ടേസ്റ്റ് അനുമോളെ. ഒരു 2 കഷ്ണം കൊണ്ട് കിട്ടിയാൽ നന്നായിരുന്നു. അടുത്ത സ്റ്റെപ്പ് തരാം. ഇതിപ്പോ അത് കഷ്ണിക്കട്ടാ, അത് കഷ്ണിക്ക് പോയിട്ടാ ജയിലിൽ കിടന്നു ചോദിക്കണണ്ടാ. ഇനി ബിന്നിക്ക് കിട്ടാണ്ട് അതിന് എവിടെ നിന്നുണ്ടാക്കും? അല്ല ഞാൻ അടുത്ത സ്റ്റെപ്പ് അടുത്ത മാവിച്ചാ ഞാൻ അതല്ലേ തിക്നെസ് കുറച്ച് ഉണ്ടാക്കിയത്. മണികണ്ഠൻ ഇതിന് എന്റെ പേരിൽ പറയണ്ട കേട്ടോ. ഞാൻ നോക്കിയപ്പോ തുറന്നു വെച്ച രീതിക്ക് കിടന്ന് ഞാൻ നോക്കുമ്പോ നിന്നോട് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ എടുക്കാം. പോടാ അവിടെ തന്നെ. അല്ലട്ടാ എല്ലാം നിൽക്കണ്ട. പണിയാവും. ഞാൻ ഒരു ഓവർഫ്ലോ ആ നിൽക്കണ്ട. പണിയാവും. ഒരു ഓവർഫ്ലോ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ലേ? നന്നായിട്ട് വെള്ളം പോലെ ആക്കണല്ലേ? വെള്ളം 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 നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. നല്ല ദോശ വരുള്ളൂ. ഓക്കെ എല്ലാം റെഡി ആയി തരാം കേട്ടാ. വെയിറ്റ് ചെയ്യും. അന്ന് വെളുപ്പിന് ഞാൻ എണീച്ചപ്പോളേ ഈ തരി തരില്ലല്ലോ ഇതില്. ഒരു തരിയില്ല. കുറച്ചും കൂടി ഒഴുക്കി വെള്ളം ഒഴുക്കി കുറച്ചും കൂടെ. അപ്പൊ അതന്നെല്ലടാ അൽക്കൈത ഞാൻ ഈ ചെയ്തോണ്ടിരിക്കണത്. മതി. ഇനി വെള്ളം കൂടും. വേണമെന്നുണ്ടെങ്കിൽ പറ. അപ്പൊ വെച്ചാരാ സ്കില്ലാണോടാ. ചോറല്ല അത് ചീത്തയാവില്ലല്ലോ പുറത്ത്. അത് നീ കഴിച്ചാ? ഇല്ലടാ. अब इसको चिल कर दो. ठंडा ठंडा खाएगा. इसमें adding in the chapati paratha. इसमें adding in paratha. Just put it on the side of the paratha. എന്തിനാണ് ടൈമിൽ എന്തുണ്ടെങ്കിൽ പാട്ട് വരാൻ വേണ്ടി ഇവിടുന്ന് ഡാൻസ് കളിക്കും. നീ അപ്പൊ ഒരിക്കലും ആ മനുഷ്യനെ കാണില്ല കണ്ണോർക്കുമ്പോ? 1-2 ദിവസം നാളെ 60 ദിവസത്തിൽ വന്നിട്ട് 1-2 ദിവസം നീ കണ്ടിട്ടുള്ളൂ അയാളാ. രാവിലെ എണീക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ രാവിലെ അല്ലേ? അനീഷേട്ടൻ ഇന്നലെ നല്ല കൂർക്കം വലിയാർന്ന് പതിവില്ലാണ്ട്. ഞാനും അനുവും വന്ന് നോക്കിയാന്നല്ല അനീഷേട്ടൻ. എന്തൊരു കെയറിങ് അല്ല. നിങ്ങൾ പോത്ത് പോലെ എടുത്ത് കൂർക്കം വലിക്കണ നേരിട്ട് കാണാനായിട്ട് എന്നെ കുറ്റം പറയാം. ഞാൻ കൂർക്കം വലിക്കുന്ന. നിങ്ങൾക്കൊക്കെ പിന്നെ ശീലമായി. ഓട്ടോറിക്ഷയും ലോറിയും. ഗർജനൊന്നല്ല ലോറി. സിംഹങ്ങൾ കിടന്നുറങ്ങുമ്പോ ഗർജിക്കും. സിമന്റ് കിടന്നുറങ്ങുമ്പോളാ? സിംഹം കിടന്നുറങ്ങുമ്പോ ഗർജിക്കും. സിമന്റും സിംഹം ഒന്നല്ല, ലോറി മല കയറുന്ന ശബ്ദം. പാറക്കണ്ടിയാ. ഞാൻ ഇവിടുന്ന് ഇറങ്ങും. കുറച്ചവിടെ കുത്തിരിക്കും. ഓ ഇവിടെ എന്താ ചൂടാ. എത്ര ഉണ്ടായില്ലേ? നോക്കിക്കൂടാ.
90 ശതമാനം പറഞ്ഞ് ആട്ടിക്കൊണ്ടിരിക്കലാണ് ആട്ടിക്കൊണ്ട് അത് തൈ എനിക്കിങ്ങനെ ബോറടിക്കുമ്പോഴാണ് ഈ ഹൈപ്പർ ആക്റ്റീവ് വരുന്നത്. എനിക്കിരിക്കാൻ കഴിയില്ലടാ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അല്ലാതെ എന്നെ കൂടെ ഇല്ല. ഷോക്ക് അരി പെട്ടെന്നുണ്ട്. ഉയർന്ന് എന്താവോ? ഉയർന്ന് ഇന്ന് വരെ ഞാൻ ആട്ട കണ്ടിട്ടില്ല. ഹലോ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇവേ അരിമക്ക് ഞാൻ ചാടി വീണിക്കുക. ചിരിക്കണ്ടേ? അരിയാണ് ടഫ്. ആ അരി ടഫ്, ഉയർന്നാണ് ടഫ്. അത് കുരു പൊട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസം. അരി തന്നെ വെള്ളത്തിലിട്ട് പോതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇത് ഭയങ്കര കട്ടിയാ. ഇത് പച്ചരിയാണ്, മനസ്സിലായ? പച്ചുയിന്നാണ് ചാക്കരി. മറ്റേ അരി പുഴുക്കല്ലരി വെച്ച് കഴിഞ്ഞിട്ട് ചോറാക്കിയതിന് ശേഷം ആവണതല്ലത്. ഇത് പച്ചരി. പച്ചരിനെ പറഞ്ഞത്. പച്ചരി ഈസിയാണ്, പെട്ടെന്ന് പൊടിയും അത്. ഓ ആ കുറച്ച് പൊടി ഇടണ കിട്ടണോ? ഓക്കെ, ശകലം പൊടി ഇടാവുന്നു. നീ എനിക്കറിയാവുന്നല്ലോ പിന്നെന്താ പൊടി. ആ മതി. പിന്നെ എന്താ മോശം? മോളിൽ